നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രൊഫസർ ജോസ് പാപ്പയ്ക്ക്. ട്രംപ് അധികാരത്തിലെത്തി. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ കാണുന്ന കാട്ടുതീ പോലെയാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ ഒപ്പുവയ്ക്കലുകൾ. ആദ്യ ട്രംപ് ഭരണത്തിൽ അദ്ദേഹം പിന്തുടർന്നിരുന്ന മിക്ക പദ്ധതികളും മിക്ക പ്രഖ്യാപനങ്ങളും തന്റെ രണ്ടാം ഭരണത്തിലും പകർത്തുന്നു ഒരു വശത്ത്. മറുവശത്ത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഏകദേശം 80ഓളം നിർണായക ഫയലുകളിലാണ്. അതിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം പ്രാരംഭ ഘട്ടമെന്ന നിലയിൽ അതിനുപോലെ ഒരു നേരിയ ഇറക്കുമതി തീരുവ ട്രംപ് ഒപ്പുവെച്ച പുതിയ ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ, അങ്ങോട്ടേക്ക് കൂടുതൽ സൈനിക വിഭാഗത്തെ ഇപ്പോൾ തന്നെ വിന്യസിച്ചിരിക്കുന്നു. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായി വളരെ ശക്തമായ ട്രേഡ് നിബന്ധനകൾ വെക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. 25% എങ്കിലും ഇറക്കുമതി ചുങ്കം ഈ രാജ്യങ്ങളുടെ മേൽ ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. മറുവശത്ത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ റഷ്യയ്ക്കുമേൽ കനത്ത സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തും, വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തും എന്ന പ്രഖ്യാപനം. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകിയിരുന്ന ആ വലിയ സംഭാവന, ലോകാരോഗ്യ സംഘടനയുടെ ആകെ വരുമാനത്തിൽ 18% അമേരിക്ക നൽകുന്ന സംഭാവന ആണ്. അത് പൂർണ്ണമായി ട്രംപ് നിരോധിച്ചിരിക്കുന്നു. ലോക ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. പനാമ കനാൽ തിരിച്ചുപിടിക്കും, ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ പോലും അവകാശവാദം ഉന്നയിക്കും. അപ്പോൾ അമേരിക്ക എന്ന ഈ കുത്തക മുതലാളിത്ത രാജ്യം, ലോക പോലീസായി നിൽക്കുന്ന അമേരിക്കയുടെ ഇത്തരം ഇടപെടലുകൾ മറ്റു രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ട്രംപ് വന്നതിന് പിന്നാലെ ഇപ്പോൾ ബിറ്റ്കോയിൻ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ട്രംപ് കോയിന് പോലും ഇപ്പോൾ വലിയ മൂല്യമാണ് വിപണിയിൽ കൈവന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലും ചില ചലനങ്ങൾ ദൃശ്യമായി തുടങ്ങി. സ്വർണ്ണവില ചരിത്രത്തിലേക്കും വലിയ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ട്രംപ് വലിയ കൊടുങ്കാറ്റുയർത്തി അമേരിക്കയിൽ ഇങ്ങനെ ഭരണത്തിന്റെ പിടി മുറുക്കുമ്പോൾ ലോകക്രമത്തെ അതെങ്ങനെ ബാധിക്കും? എന്താണ് ലോക വാണിജ്യ തലങ്ങളിൽ സംഭവിക്കുക? ലോക വ്യാപാര ഘടനയും സാമൂഹിക ഘടനയുമായി ഇതിന് ബന്ധമുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു പ്രാരംഭ നിരീക്ഷണം ഇക്കാര്യങ്ങളിൽ? ട്രംപിന്റെ വരവിനെ സംബന്ധിച്ച് വരവിന് മുമ്പ് തന്നെ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു തോന്നല് ലോകമെമ്പാട് സൃഷ്ടിക്കുവാൻ ട്രംപിന് കഴിഞ്ഞു. നിലവിലുണ്ടായിരുന്ന അമേരിക്കയുടെ സ്ഥാനം, അല്ലെങ്കിൽ അമേരിക്കയുടെ ലോക പോലീസ് എന്നുള്ളതല്ല, ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു യൂണിപോളാർ വേൾഡ്, അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തിനും ലോക സമ്പദ് വ്യവസ്ഥയിലോ അതുപോലെ തന്നെ ലോക രാഷ്ട്രീയത്തിലോ ഏകാധിപത്യപരമായ ഒരു നടപടികൾ സ്വീകരിക്കുവാനോ അടിച്ചേൽപ്പിക്കുവാനോ കഴിയില്ലാത്ത ഒരു മൾട്ടിപോളാർ സിസ്റ്റം ആയിരുന്നു കഴിഞ്ഞ ഒരു 1990 മുതൽ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് നിലവിലിരുന്നത്. പൊതുവിലുണ്ടായിരുന്ന അന്തരീക്ഷം അതായിരുന്നു. ആർക്കും ആരുടെ മേലും വലിയ അതീശത്വം ഇല്ലാതിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി കിട്ടിയ സന്ദേശം അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് വേറൊരു കാര്യം. കിട്ടിയ ഒരു സന്ദേശം, അമേരിക്ക ട്രംപ് പറയുന്നത് പോലെ തന്നെ വീണ്ടും തങ്ങളുടെ അതീശത്വം തിരിച്ചു പിടിക്കുവാനുള്ളൊരു ശ്രമം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിലവിലുള്ള ഒരു ലോകക്രമത്തില് ഒരു രാജ്യത്തിനും, അത് അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ, ഇപ്പൊ അമേരിക്കയും ചൈനയുള്ള അത്രമാത്രം ശക്തമായ ഒരു രാഷ്ട്രത്തിന് 1-2 രാഷ്ട്രങ്ങൾക്ക് കൂടി ഒന്നും ഈ ലോക വ്യവസ്ഥയെ വളരെ കാലമൊന്നും സ്വന്തം ചൊൽപ്പിടിക്ക് നിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അമേരിക്കൻ ജനതയുടെ ആത്മാഭിമാനം ഉണർത്തി വൈകാരികമായി വോട്ട് പിടിക്കുവാൻ വേണ്ടിയാണ് അന്ന് അത് ട്രംപ് ചെയ്തതെന്നാണ് ജനം വിശ്വസിച്ചത്. പക്ഷെ ട്രംപ് അധികാരത്തിലെത്തി കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇട്ടിരിക്കുന്ന ഉത്തരവുകള് ട്രംപ് പറഞ്ഞതിനപ്പുറം പ്രവർത്തിക്കുമെന്നുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷെ അത് മുന്നോട്ട് എത്രമാത്രം കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല സന്ദേഹമുണ്ട്. പ്രായോഗിക തലത്തില് ഇതെത്രമാത്രം ഫലപ്രദമാകും? ഒരു ലോക വ്യവസ്ഥയില് ഒരു രാജ്യത്തിനും ഒരു നേതാവിനും ഒറ്റയ്ക്ക് നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നിലവിലുള്ളത്. പക്ഷെ അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപ് മുഴക്കിയിരിക്കുന്ന മുദ്രാവാക്യം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്.
അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും നല്ല ബിസിനസ്സുകാരിൽ ഒരാൾ എന്ന് ഏറെപ്പേർ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉറ്റ സുഹൃത്തുക്കളായി ഭരണതലത്തിൽ നിൽക്കുന്നവർ പോലും ഇലോൺ മസ്കിനെ പോലെ ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവർ. ഇതൊരു പുതിയ ലോക സാമ്പത്തിക ക്രമത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ട്വിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ അതിനെ? അങ്ങനെ കാണുന്നതിനേക്കാൾ അത് ശരിയാണ്. അമേരിക്കയിലെ സമ്പന്നന്മാരാണ് ട്രംപിനോടൊപ്പം വലത്തും ഇടത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ എലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾ അതിസമ്പന്നന്മാരാണ്. ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, അവർക്ക് വൻ നേട്ടങ്ങൾ ഇതിനു ശേഷം ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് തോന്നാം. പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം, നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായിട്ടുള്ള 50 വർഷക്കാലമായിട്ടുള്ള ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നിലവിലിരുന്ന വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തിൽ ഒരു എന്ത് പൊളിച്ചെഴുത്തുണ്ടാക്കിയാലും അത് നേട്ടങ്ങളെക്കാൾ കോട്ടങ്ങൾക്കാണ് അമേരിക്കയെ സംബന്ധിച്ച് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ കമ്പോളമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കമ്പോളമാണ്. ആർക്കാണ് ഒരു കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്, കമ്പോളത്തിൽ അതീശത്വം സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ആ ഒരു ആംഗിളിലാണ് നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ്, അവിടെ വിലയിരുത്തേണ്ടതാണ്. എങ്ങനെയാണ് ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്, കമ്പോളം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, വിപണിയാണ്. അപ്പൊ വിപണിയാണ് ആവശ്യം. അമേരിക്ക ഒറ്റപ്പെട്ട് നിന്ന് എല്ലാവരെയും പിണക്കിക്കൊണ്ട്, എല്ലാവർക്കും അതിർത്തികൾ താരിഫ് കൂട്ടി മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയിൽ പോകാനൊക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാണ് ട്രേഡ് ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ്, അത് സംബന്ധിച്ചു. പക്ഷെ പൊതുവില് മൊത്തത്തിലുള്ള ഈ ലോക നിലവിലിരിക്കുന്ന വ്യാപാര സംവിധാനത്തില്, സമ്പദ് വ്യവസ്ഥയില് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നത് അമേരിക്കയാണ്. ലോകത്തുള്ള ഇപ്പൊ ഉദാഹരണമായിട്ട് വിസ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വലത്തും എടുത്തു നിൽക്കുന്ന, ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും വിസ നിയന്ത്രണത്തെ ഏറ്റവും കൂടുതൽ നാളെ എതിർക്കുന്നത്. അതിന്റെ ദുര്യോഗം അനുഭവിക്കുന്നവരവരായിരിക്കും. എന്നുവെച്ചാൽ എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എലോൺ മസ്കിന്റെ കമ്പനികളിൽ ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും വന്ന സമർത്ഥന്മാരായ ആളുകളെയാണ് അവർക്ക് ജോലിക്കാരായിട്ട് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ, എലോൺ മസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അയാളുടെ കാറുകൾ വിറ്റഴിക്കുന്നത് അമേരിക്കയിൽ വിറ്റഴിക്കാൻ പറ്റില്ല കാര്യമായിട്ട്. അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാച്ചുറേറ്റഡ് മാർക്കറ്റാണ് പൊതുവില്. അപ്പൊ ഈ കാറുകൾ വിറ്റഴിക്കുവാൻ വേണ്ടി മറ്റു മാർക്കറ്റുകൾ വേണം. അപ്പൊ ഇന്ത്യ അതിലൊരു ഏറ്റവും വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു കമ്പോളമാണ്. ആ കമ്പോളം എന്ന നിലയിൽ ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും ട്രംപിന് മുന്നോട്ട് പോകാനുള്ള, അമേരിക്കൻ ഇക്കോണമിക്ക് മുന്നോട്ട് പോകാനുള്ള, അമേരിക്ക ഒരു രാഷ്ട്രം എന്ന നിലയിൽ മുന്നോട്ട് പോകാനില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുടെ ഒരു കാലമായിരിക്കും മുന്നോട്ട് വരാൻ പോകുന്നതെന്നാണ്. കൃത്യമായിട്ട് നമ്മുടെ കാർഡുകൾ നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യ കളിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അവസാന നേട്ടം ഇന്ത്യക്കായിരിക്കും. അമേരിക്ക പൊതുവായി ഈ വ്യാപാര ഇടപാടുകളിൽ, വാണിജ്യ രംഗത്ത് പുലർത്തുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് നേച്ചർ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവർ റോ മെറ്റീരിയൽ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് വലിയ തോതിൽ ഇപ്പോൾ വൈഡൂര്യം പോലെ അല്ലെങ്കിൽ രത്നത്തിന്റെ റോ മെറ്റീരിയൽസ് അവിടെ കൊണ്ടുവരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അവർ പ്രൊക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന സാങ്കേതിക മികവുള്ളവര്, അവരെ ഉപയോഗിച്ച് ഇത്തരം പ്രോസസ്സിംഗ് ഘട്ടം അവർ പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ ഗവേഷണ ഘട്ടം അവർ വളരെ വിജയകരമായി നിർവഹിക്കുന്നു. പിന്നീട് അവരുടെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ വിറ്റഴിക്കുന്നു. അതിന് പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. ലോകക്രമത്തില് യുദ്ധം വല്ലാതെ മാർക്കറ്റ് ചെയ്യുന്നു. അവിടെ യുദ്ധോപകരണങ്ങള്, തോക്കുകള്, വാർപ്ലെയിൻസ്, ഇതൊക്കെ വലിയ തോതിൽ അവർ വിറ്റഴിക്കുന്നു. അപ്പോൾ ഇത്തരം തന്ത്രങ്ങളിൽ നിന്ന് ഏറെ വേറിട്ട് തോന്നുന്ന ഒരു സമീപനമല്ലേ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്? അത് അങ്ങനെ ഒരു സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. പക്ഷെ ആ സന്ദേശം തന്നെ ട്രംപിന്റെ ആ നടപടികൾ, പറയുന്ന നടപടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെൽഫ് ഡിഫീറ്റിംഗ് ആകും എന്നാണ് എന്റെ ഒരു തോന്നൽ. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകളും വസ്തുക്കളെയും അമേരിക്കയിൽ കൊണ്ടെത്തിക്കുന്നു. സമർത്ഥരായ ആളുകളെ, വാണിജ്യ പ്രധാനമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കള് എല്ലാം അമേരിക്കയിൽ കൊണ്ടെത്തിക്കുന്നു. അമേരിക്കയിൽ ഉന്നതമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അവിടെയുള്ള എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവയെ അമേരിക്കൻ കമ്പനികൾ വീണ്ടും ഉൽപ്പന്നങ്ങളാക്കി മാറ്റി, അല്ലെ സർവീസാക്കി മാറ്റി മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കുന്നത്. അതാണ് അമേരിക്കയുടെ സമ്പത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ മറ്റു രാജ്യങ്ങളിലുള്ള ആയിട്ടുള്ള വ്യാപാരം സുഗമമായി നടക്കേണ്ടത് അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളെയും ആളുകളെയും കണ്ടെത്തുവാനും അവരുടെ വസ്തുക്കൾ വിറ്റ് പ്രോഡക്ട്സ് വിറ്റ് ലാഭം ഉണ്ടാക്കുവാനും ഇത് ആവശ്യമാണ് ഈ സംവിധാനം. ഇപ്പൊ നിലവിലുള്ള ഈ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി പോകുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കുന്നത്. നേരെ മറിച്ച് അപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും സമർത്ഥന്മാരായ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. പിന്നീടാണ് ചൈനയിൽ നിന്നും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. അമേരിക്കയിലേക്ക് ഇന്ത്യൻ IIT-യിൽ നിന്നും IIM പോലെയുള്ള ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും സമർത്ഥന്മാരായ ആളുകൾ മുഴുവൻ വലിയ പങ്ക് ജോലി ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഒരു ആന്റി ഇന്ത്യൻ ഒരു ചിന്താധാര തന്നെ അവിടെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആളുകള് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോവാതിരിക്കുന്നു, അല്ലെങ്കിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും വരുന്നു. അപ്പൊ അതൊരു ഇൻഡയറക്ട്ലി പരോക്ഷമായിട്ട് അത് ഇന്ത്യക്ക് വലിയൊരു അനുകൂലമാകും. നമ്മൾ പണ്ടൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രെയിൻ ട്രെയിന് ഇല്ലാതാവും, രണ്ടാം കിട പൗരന്മാരായിട്ട് എന്തിനാണ് അമേരിക്കയിൽ ജീവിക്കുന്നത്, അതിലും നല്ലത് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാലും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇക്കണോമിക് പോളിസിയെ സംബന്ധിച്ചിടത്തോളം ലിബറൽ പൊളിറ്റിക്കൽ പ്രൈവറ്റൈസേഷൻ നിലപാടുകൾ എല്ലാ പാർട്ടികളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായ കോൺഗ്രസും BJP ഒക്കെയുള്ള തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യമായ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പൊ ഇന്ത്യയുടെ ഇക്കണോമിക് പോളിസിയിൽ ഒരു വലിയൊരു മാറ്റം വരാനില്ല. ഒരു തുറന്ന ഇത്രയും വലിയൊരു കമ്പോളമുണ്ട്. ആളുകളെ ഇഷ്ടം പോലെ ഇവിടുന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാങ്കേതിക വിദഗ്ധന്മാരെ കിട്ടാനുണ്ട്, സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. ഇന്ത്യക്ക് കൂടുതൽ ഗുണമായിരിക്കും ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആദ്യത്തെ ഒരു വിരട്ടിന്റെ ഒരു രൂപമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ കുലയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ മുന്നോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്രംപ് ബാർഗെയിനിങ് കോംപ്രമൈസും എന്നുള്ള ഒരു കാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു പോളിസി ആയിരിക്കും. വരട്ടും എന്നാ പിന്നെ ഒരു ധാരണയിലേക്ക് വരിക, ഇതായിരിക്കും ട്രംപിന്റെ ഒരു നടപടി എന്ന് തോന്നുന്നു. ബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും ഈ ട്രംപിന്റെ മനസ്സിലിരിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് ഈ സംവിധാനങ്ങളെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. അമേരിക്കക്കാരനെ സംബന്ധിച്ച് അവർക്ക് സ്റ്റേറ്റ് വലിയൊരു വികാരമാണ്. അമേരിക്ക എന്നുള്ളൊരു വലിയ വികാരമുണ്ട്. അപ്പോൾ ഈ വികാരത്തിനെ വീണ്ടും ആക്കം കൂട്ടുന്ന ചില പ്രയോഗങ്ങളാണ് ട്രംപ് നടത്തുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ വൻ തോതിലുള്ള പണം യുക്രൈൻ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ഐക്യരാഷ്ട്രസഭയെ പോറ്റി വളർത്താൻ ഉപയോഗിക്കുന്നു, ലോകാരോഗ്യ സംഘടനയെ നിലനിർത്താൻ അമേരിക്കയുടെ പണം, മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വലിയ പണം മുടക്ക്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയിലെ പണം മറ്റ് കാര്യങ്ങൾക്ക് ഒഴുകുന്നു. ഇത് അമേരിക്കക്കാർക്ക് ഒരു വലിയ വികാരമാണ്. അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാർ അവിടെയുള്ള തദ്ദേശീയരെ ചൂഷണം ചെയ്യുന്നു, അവരുടെ വിഭവങ്ങൾ അവർ വലിയ തോതിൽ അടിച്ചു മാറ്റുന്നു. അപ്പോൾ ഈ വികാരങ്ങളൊക്കെ അവിടെ ആളിക്കത്തിച്ച് അമേരിക്കൻ വികാരത്തിൽ വീണ്ടും ഒരു ഹീറോ പരിവേഷം വരികയല്ലേ? അല്ല, സ്വൈമാൻ അത് പറയുന്നതിനോട് എനിക്ക് ഒരു പൂർണ്ണമായിട്ടും അതിനോടങ്ങ് യോജിക്കാൻ കഴിയില്ല. നമ്മൾ വളരെ ബാഹ്യമായിട്ട് പെട്ടെന്ന് കാണുമ്പോഴുള്ള ഒരു വിലയിരുത്തലാണ്. ഈ അമേരിക്ക ഒരു കുടിയേറ്റക്കാരുടെ സ്ഥലമാണ്. പൊതുവിൽ അമേരിക്ക ഒരു മെൽറ്റിംഗ് പോട്ട് എന്നാണല്ലോ പറയുന്നത്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സ്ഥലം. പക്ഷെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പം ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നം, അപ്പൊ ഇന്ത്യക്കാരത് എനിക്ക് 2 കോടി ആളുകളുണ്ട് അവിടെ, ഇന്ത്യയിൽ നിന്ന് ചെന്ന ആളുകൾ. ഇവരുടെ ഒരു നാഷണൽ ഐഡന്റിറ്റി, അമേരിക്കൻ ഐഡന്റിറ്റിയോടൊപ്പം തന്നെ പാരലായിട്ട് ഒരു ഉപദേശീയതയും ഉണ്ട് അവിടെ. അതെ, ഇന്ത്യക്കാര് എന്നുള്ളൊരു ചിന്തയുള്ള ഒരു 2 കോടി ആളുകളുണ്ട്. അമേരിക്കൻ പോപ്പുലേഷനിൽ ഒരു വലിയ ശതമാനമാണത്. ചൈനക്കാര് അതുപോലെയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി കൂടെ അതോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതുപോലെ, സോവിയറ്റ് യൂണിയൻ അത്രയും കാലം 3/4 നൂറ്റാണ്ട് കാലത്തോളം ഒരു അടിച്ചമർത്തുന്ന ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നിട്ട് പോലും ഒരു സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയനിലെ എല്ലാ റിപ്പബ്ലിക്കുകളും തകർന്ന് 4 വഴിയായിട്ട് ചെതറിപ്പോയി. അതുകൊണ്ട് ഈ അമേരിക്കയിൽ ബാഹ്യമായിട്ട് ഞങ്ങൾ അമേരിക്കൻസ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആഫ്രിക്കയിൽ നിന്ന് വന്ന കറുത്തവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം, ഏഷ്യൻ വംശജരെ സംബന്ധിച്ചിടത്തോളം, സ്പാനിഷ് വംശജരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ ഇവരുടെ ബാഹ്യമായിട്ട് അത്ര പ്രകടമായി കാണിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉപദേശീയത കൂടി ഉണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ആളിക്കത്തിയാൽ അത് ഈ പറയുന്ന
അമേരിക്കൻ മഹത്വത്വം എന്ന് പറയുന്നതിന് മങ്ങലേൽപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അമേരിക്കയിൽ എപ്പോഴും ഇന്ത്യക്കാർ വളരെ ആ വികാരമുള്ള ആളുകളാണ് അമേരിക്കയിലുള്ളത്. അമേരിക്ക ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ താല്പര്യമുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഒരു വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖല, കൂടുതൽ സമ്പന്നമായ ഒരു രാജ്യം. മറുതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ഷെയർ മാർക്കറ്റ്, അതിനെ ഏതെങ്കിലും തലത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായ ട്രംപിന്റെ ഈ സ്ഥാനാരോഹണം സ്വാധീനിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ വ്യക്തമായിട്ട് നമ്മളത് കൃത്യമായിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ ട്രംപിന്റെ പുതിയ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള നടപടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പൊതുവിലും ഇന്ത്യൻ ഓഹരി വിപണിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് അവിടെ കൃത്യമായിട്ട് വിലയിരുത്താം. പ്രധാനമായിട്ടും ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിക്കുന്ന ചില മേഖലകൾക്ക് അത് അനുകൂലമാകാം, ചില മേഖലകൾക്ക് ദോഷമാകാം. പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, അത് താരിഫ് കയറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണല്ലോ നമുക്ക് ഇക്കോണമിയെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യം. ഇന്ത്യക്ക് നിർബന്ധമായും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് എല്ലാ സാധനവും അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും നടക്കുക. ഇമ്പോർട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട കാര്യം അമേരിക്കയിൽ മാത്രം കിട്ടുന്നൊന്നുമില്ല. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ മറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഉണ്ട് നമുക്ക്. പിന്നെ അമേരിക്കയിലേക്കുള്ള നമുക്ക് കയറ്റുമതിയാണ്. അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ പ്രധാനമായിട്ടും ഒന്ന് കെമിക്കൽസ് ആണ്. അപ്പൊ താരിഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കെമിക്കൽ എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ബേസിക് കെമിക്കൽസിനെ സംബന്ധിച്ചൊന്ന് സംഭവിക്കും. അതിൽ തന്നെ കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ നിന്ന് മെഡിസിൻസ് വലിയ തോതിൽ, ചില കമ്പനികളുടെയൊക്കെ ഒരു 70%, ലിസ്റ്റഡ് ചില കമ്പനികളുടെയൊക്കെ ഒരു 70% വരെയും വരുമാനം എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. മെഡിസിൻസ് ഇവിടെ ലോ കോസ്റ്റിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കയറ്റി അയക്കുന്നു. അപ്പൊ ഒരു ക്വാളിറ്റി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു മാർക്കറ്റാണ്, വലിയ ലാഭം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും. പക്ഷെ ആ തിരിച്ചടി അമേരിക്കയ്ക്ക് അഫോർഡ് ചെയ്യാനൊക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് മെഡിസിൻസ് ഇപ്പോൾ നടക്കുന്ന പോലെ ഇമ്പോർട്ട് അമേരിക്കയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ അമേരിക്കയിലെ മെഡിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ ഹെൽത്ത് കെയർ കോസ്റ്റ് വളരെ കൂടുതലാണ്. വീണ്ടും ആ കോസ്റ്റ് കൂടും. അപ്പൊ ഒരു ഗുണത്തെക്കാൾ പലപ്പോഴും ദോഷമാകും. രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുമെന്ന്. പിന്നെ ഒന്ന് ടെക്സ്റ്റൈലാണ്. ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ളൊരു കയറ്റുമതി വസ്തു എന്ന് പറയുന്നത് ടെക്സ്റ്റൈലാണ്. ടെക്സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ടെക്സ്റ്റൈൽ കമ്പനികൾ ഈ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട്, കഴിഞ്ഞൊരു വർഷമായിട്ട്, കുറച്ചു കാലമായിട്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനി റിവൈവലിലാണ്. റിവൈവലിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ, അതുപോലെ തന്നെ ചൈനയാണ്. അപ്പൊ ചൈനയും ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളും ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധങ്ങൾ മോശമായി വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിവൈവൽ പാത്തിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പല ടെക്സ്റ്റൈൽ ഒരു 3-4-5 വർഷമായിട്ട് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ കമ്പനികൾ, തുണി മില്ലുകളൊക്കെ നഷ്ടത്തിലോ ചെറിയ ലാഭത്തിലോ ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് വലിയ റിവൈവൽ ഉണ്ടായിട്ട്. ആ റിവൈവൽ തുടരുമോ എന്നുള്ളത്. പക്ഷെ അമേരിക്കക്ക് അങ്ങനെ അമേരിക്ക എവിടുന്നെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. അപ്പൊ പിന്നെ അതിനകത്തൊരു ബാർഗെയിനിങ് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു 100% ഡ്യൂട്ടി ഒന്നും ഇമ്പോസ് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് പിടിച്ചേക്കല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ വില കയറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു മേഖലയിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് താൽക്കാലികമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയർ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ്, അപ്പോൾ ഒരു താൽക്കാലിക ഷെയർ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഓഗസ്റ്റില് ഷെയർ മാർക്കറ്റ് നമ്മുടെ ഒരു ബാരോമീറ്റർ എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ് ആണ്, ഇൻഡെക്സ് ആയിട്ട് സെൻസെക്സ് ആണ്. സെൻസെക്സ് 86,000 നിന്ന് താഴോട്ട് വന്നത്. അതിനു മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. ട്രംപ് വരുന്ന ഒരു ഓഗസ്റ്റിൽ പീക്ക് കഴിഞ്ഞാൽ ഗ്രാജുവലി വന്നുകൊണ്ട് ഇപ്പൊ ഒരു 10-12% ഒരു കറക്ഷൻ വന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ലോകത്തെ ഒരിടത്തും ഇല്ലാത്ത ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു റീബൗണ്ടിങ് ആണ് ഒന്ന് വന്നത്. പിന്നെ ഒരു കാരണം വേണമല്ലോ. ഒരു കാരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതർവൈസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്രംപ് വരുന്നതിന്റെ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇക്കോണമിയിൽ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഭയത്തിന്റെ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കറക്ഷൻ എനിക്ക് തോന്നുന്നത്. ഈ ട്രംപിന്റെ ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഇപ്പം വന്നു കഴിഞ്ഞു. ചില ഉത്തരവുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോ ഇന്ത്യനില് ഒരു 7% താഴേക്ക് നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിരിക്കുന്നു. Q3 ഇപ്പൊ December 31 അവസാനിച്ച Q3 ഇന്ത്യയിലെ കമ്പനികളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചതിൽ നിന്നും മോശമാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഷെയർ മാർക്കറ്റ് ഇപ്പൊ ഒരു 12%, ഏതാണ്ട് ആവറേജ് ഒരു 12% കറക്ഷൻ വന്നിട്ടുണ്ട്. ഇതൊരു കുറച്ചുകൂടി കറക്ഷൻ ഉണ്ടാവും. ആ കറക്ഷൻ ഒരു ഹെൽത്തി കറക്ഷൻ എന്നാണ് ഞാൻ കരുതുന്നത്. ആളുകൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സമയമാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ
ആയിട്ട് ഓഹരി വിപണിയെ സമീപിക്കാൻ കഴിയുന്ന അറിവും അനുഭവങ്ങളും അതിനുള്ള സാമ്പത്തിക ബാധ്യതകളും ഒന്നും ഇല്ലാത്ത ആളുകൾ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓഹരി വിപണിയെ സംബന്ധിച്ച്. പക്ഷേ ഓഹരി വിപണി ഒരു കറക്ഷന് ശേഷം, ഒരു ഹെൽത്തി കറക്ഷന് ശേഷം ഓഹരി വിപണി, ഇന്ത്യൻ ഓഹരി വിപണി ഇനി ഒരു നമ്മളൊരു ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു 1960s മുതൽ 1990 വരെ ഒരു 30 വർഷക്കാലം ജപ്പാന്റെ ഒരു വലിയ വളർച്ചയുടെ ഒരു കാലമാണ് ജപ്പാന്റെ വളർച്ച. പക്ഷെ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ജപ്പാൻ ഓഹരി വിപണി യാതൊരു നേട്ടവും കൊടുത്തില്ല. കഴിഞ്ഞ 30 വർഷം മുമ്പുണ്ടായിരുന്ന റേറ്റിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. 35 വർഷം 1990കളിൽ ഉണ്ടായിരുന്ന ഓഹരിന് ശേഷം കഴിഞ്ഞ 35 വർഷമായിട്ട് ജപ്പാൻ ഓഹരിയിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാ റേറ്റിലേക്ക് വരുന്നുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയിരുന്നു ഓഹരി വിപണിയുടെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ. അപ്പൊ ജപ്പാന്റെ ആ ഒരു പീക്ക് കഴിഞ്ഞ് താഴേക്ക് വന്നു. അതുപോലെ ഇപ്പൊ ചൈന, പിന്നീട് വന്ന് ചൈനയാണ് ആ റോളിൽ വന്നത്. ആ ചൈന നമ്മളൊരു പ്രതീക്ഷയോടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള വരുന്ന ഒരു 90കൾക്ക് മുതൽ നമ്മൾ കാണുന്നത് ചൈനയുടെ ഒരു അൺയൂഷ്വൽ ഗ്രോത്ത് ആണ് കാണുന്നത്. ഓഹരി വിപണി ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇക്കോണമിയുടെ മൊത്തം വളർച്ച, GDP ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഗ്രോത്ത്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇപ്പൊ ചൈന ഇപ്പൊ പയ്യെ കിതയ്ക്കാൻ തുടങ്ങി. ആ കുതിപ്പ് കഴിഞ്ഞു. ആ കുതിപ്പിന് ശേഷം കിതപ്പായി ചൈനയെ വന്നെടുത്തോളത്തോളം സംബന്ധിച്ച് ഒരു പീക്ക്. ഒന്നാമത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് പറഞ്ഞു. അവിടുത്തെ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആളുകളുടെ പ്രായമായവരുടെ എണ്ണം കൂടുതലും വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. ജപ്പാൻ ഒരു വാർദ്ധക്യകാലം ബാധിച്ചവരുടെ ഒരു നാടായി മാറി. അപ്പൊ ആ ഒരു ആനുകൂല്യങ്ങളല്ല. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു. ഇന്ത്യൻ ഇക്കോണമി 6%-7% ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗ്രോത്ത് ആണത് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇനിയുള്ളൊരു 10-30 വർഷക്കാലം മറ്റ് അത്യാഹിതങ്ങളൊന്നും നമ്മൾക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ, ഒരു റീസണബിൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത ഒരു 10-30 വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഓഹരി വിപണിയെ സംബന്ധിച്ച് ഒരു നല്ല കാലമായിരിക്കും. പക്ഷെ അതിനകത്തൊരു കവിയറ്റ് എന്ന് പറയുന്ന അതിനകത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന് ആ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, എഫിഷ്യന്റ് സിസ്റ്റം എന്നീ കാര്യങ്ങൾ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് കമ്മ്യൂണൽ റൈറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, മറ്റ് അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഇന്ത്യ അടുത്ത ഒരു 10-30 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടേതായിരിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. അമേരിക്കയുമായി ഇന്ത്യയുടെ ഒരു ഭാവി ബന്ധം അത് ഈ ട്രംപിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? ട്രംപിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ദിവസങ്ങളോ മാസങ്ങളോ കുറച്ചു കാലത്തേക്ക് ട്രംപ് വളരെ മസിൽ പിടിച്ച് ശക്തിയൊക്കെ പ്രകടിപ്പിക്കും. പിന്നെ ഒരു ധാരണയിലേക്ക് പോകും. ബിസിനസ്സുകാരന്റെ ശൈലി, അത് ബിസിനസ്സാണ്. ഒരു ബാലൻസ് ഓഫ് പവർ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ടെറർ എന്നുള്ളതാണ്. ട്രംപ് വളരെ ഡെലിബറേറ്റ് ആയിട്ടായിരിക്കാം ഇന്ത്യ ഗവൺമെന്റിനെ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ക്ഷണിക്കാതിരുന്നത്. അല്ല, മറ്റു രാജ്യങ്ങളുടെ മേൽ ഇറക്കുമതി തീരുവ കൂട്ടും എന്ന് ട്രംപ് പറയുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ ഇറക്കുമതി തീരുവ പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഇമ്പോസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. ലക്ഷറി ഐറ്റത്തിനെ സംബന്ധിച്ച് അതെ, അത് കുറയ്ക്കുക എന്ന് തന്നെ ആയിരിക്കില്ലേ ആത്യന്തിക ലക്ഷ്യം? അതൊരു ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കും. ഇപ്പൊ എലൻ മസ്ക് അതിന് വേണ്ടിയാണല്ലോ. എലൻ മസ്ക് ട്രംപിന് കഴിഞ്ഞ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ലാസ്റ്റ് മിനിറ്റ് ആണ് ട്രംപിനോട് കൂടെ ചേർന്ന്. എലൻ മസ്കിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതാണ് എലൻ മസ്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബിഹൈൻഡ് ദ കട്ടൻ ഒരു ധാരണ ഉണ്ടാവുന്നത് ചിലപ്പോൾ എലൻ മസ്കിനെ ഇന്ത്യയിലേക്ക് എൻട്രി കൊടുക്കണം, ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നു, അത് കുറെ കണ്ടീഷൻസ് വരുമായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഇനി ഉണ്ടാവാനാണ് സാധ്യത. അത് നമ്മൾ ഫലപ്രദമായിട്ട് നമ്മുടെ കാർഡ് നമ്മൾ കൃത്യമായിട്ട് കളിച്ചാൽ, നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും ഒരേ സമയം അമേരിക്കയ്ക്കും ബെനിഫിഷ്യൽ ആയിരിക്കാം. അപ്പൊ പൊളിറ്റിക്സ് ഒരു സംഘം ബിസിനസ്സുകാരുടെ കൈകളിലേക്ക് ചെന്ന് അതെ, ലോകം അങ്ങനെ ആയി കഴിഞ്ഞല്ലോ. പൊളിറ്റിക്സ് ഇപ്പോഴത് ഓപ്പൺ ആയിട്ട് അത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പൊളിറ്റിക്സ് ഇന്ന് ഇക്കണോമിക് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന രീതിയിലേക്ക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞു. അത് ലോകം അതാണ്. അത് നേരത്തെ തന്നെ അതാണ്. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതൽ അതാണല്ലോ. അല്ലെ, കുത്തക മുതലാളിത്തം എന്നൊക്കെ നമ്മൾ നേരത്തെ പരിഹസിച്ചിരുന്ന അതിനേക്കാൾ വലിയ തലങ്ങളിലേക്കല്ലേ കുത്തക മുതലാളിത്തം. അതിനകത്ത് ഇപ്പൊ അമേരിക്കയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിത്ത രാഷ്ട്രമെന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന രാഷ്ട്രം. ഏറ്റവും വലിയ നമ്മുടെ കുട്ടികൾ പോയി മുഴുവൻ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന അമേരിക്കയിൽ സമ്പന്നന്മാർ. ഇപ്പൊ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏത് യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ സമ്പന്നന്മാരായ ആളുകള് അവരുടെ വിൽപത്ര പ്രകാരം കൊടുത്ത സ്ഥലങ്ങളും കെട്ടിടങ്ങളുമാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സ്കോളർഷിപ്പുകൾ മുഴുവൻ
അവിടുത്തെ സമ്പന്നന്മാര് ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളാണ്. ആ എൻഡോമെന്റ് ഉപയോഗിച്ചാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇവിടെ നിന്ന് പോയി വൻ ഗവേഷകരായി മാറുകയും സയന്റിസ്റ്റുകളായി മാറുകയും ലോകത്തിന് മുഴുവൻ പ്രയോജനം. ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് പറ്റിയ ഒരു കുഴപ്പമാണത്. എവിടെയോ വെച്ച് നമുക്ക് പറ്റിയ ഒരു വലിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതിനകത്ത് ഒരു പാർട്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്താനൊക്കത്തില്ല. ആരെങ്കിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്തുക, സമ്പത്ത് സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണെന്നുള്ള ഒരു ചിന്ത, സമ്പന്നനാകുന്നത് സമ്പത്ത് സൃഷ്ടിക്കുന്നത് ഒരു തിന്മയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആണ്. അത് തെറ്റല്ല. അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതുമാണ്. വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു നന്മയായിട്ട് കാണേണ്ടതാണ്. പക്ഷെ അത് എത്തിക്കലാണോ എന്നുള്ളതും അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും ഒക്കെ വേറൊരു കാര്യം, അത് വേറൊരു കണ്ടീഷൻ. പക്ഷെ ഇത് നമ്മളെ ഒരു സംബന്ധിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. മുതലാളി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആക്ഷേപകരമായ സമ്പത്തുണ്ടാക്കുന്ന അതാണ്. അമേരിക്ക അങ്ങനെയല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവരുണ്ടാക്കിയ വെൽത്ത് കൊണ്ടാണ് ഈ ലോകത്തിന് ഈ നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടായത്. അമേരിക്കയിൽ മാത്രമായിട്ട് ഈ നേട്ടങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ. അതാണ് അതിനകത്ത് സംബന്ധിച്ചത്. അവർ ലോകത്തിലേക്ക് ഇത് പകർന്നു നൽകുന്നു. അതിലൊരു സ്വാർത്ഥതയില്ലേ? അല്ല, ആ സ്വാർത്ഥതയ്ക്ക് തെറ്റല്ലല്ലോ. ഒരു എൻലൈറ്റൻഡ് സെൽഫിഷ്നെസ് തെറ്റല്ല. സ്വാർത്ഥത എന്ന് പറയുന്നത് ഉണ്ടല്ലോ. സ്വാർത്ഥത ഇല്ലാതെ എല്ലാവരും സമൂഹത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുമെന്നുള്ള സങ്കല്പം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി നമ്മൾ മനസ്സിലാക്കിയല്ല. ആരും അത് ചെയ്യില്ല എന്നുള്ളത്. സ്വാർത്ഥത ഇല്ലാതെ ഒരു എൻലൈറ്റൻഡ് സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ആ സ്വാർത്ഥത എങ്ങനെയുള്ളതാണെന്നുള്ളതാണ്. അത് എല്ലാത്തിലും നമുക്ക് സ്വാർത്ഥതയുണ്ടല്ലോ. സ്വന്തം കുട്ടിയെ നന്നായിട്ട് വളർത്തുന്ന, നന്നായിട്ട് പഠിപ്പിക്കുന്നതിലൊക്കെ നമുക്ക് സ്വാർത്ഥതയുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ളത്. ഈ കുടിയേറ്റ നിയന്ത്രണങ്ങള്, അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന ഈ കർശന നിലപാടുകള്, അതൊക്കെ ഇന്ത്യ ഏതെങ്കിലും തലത്തിൽ ബാധിക്കുമോ? അല്ല, അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലുള്ളത് ഇന്ത്യ വലിയധികം ബാധിക്കുന്നില്ല. മെക്സിക്കൻ അവിടെ നിന്നാണ് അത് മെയിൻ ആയിട്ട് വരുന്നത്. വലിയ തോതിൽ അത് ബാധിക്കുന്നില്ല. പക്ഷെ അമേരിക്കയില് ഈ അനധികൃത കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ലൂപ്പ് ഉപയോഗിച്ച് കയറുന്നവരാണ് അവരുടെ ലേബർ ഫോഴ്സ് ഒരു വലിയ പങ്ക്. ചീപ്പ് ലേബർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ചീപ്പ് ലേബർ, അപ്പൊ ലേബർ കോസ്റ്റ് നാച്ചുറലി കൂടും. അമേരിക്കൻ ഇപ്പോൾ തന്നെ ഓവർ പ്രൈസ്ഡ് ആണല്ലോ, അവർക്ക് അൺകോമ്പറ്റീറ്റീവ് ആണല്ലോ. അപ്പൊ എഫിഷ്യൻസി മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അമേരിക്കക്ക് ഒരു ലോകത്തുള്ള ഏറ്റവും നല്ല എഫിഷ്യൻ സിസ്റ്റം ആണത്. അതിൽ നിന്നൊരു പെർഫെക്ഷനിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ വളരെ അഡ്വാൻസ്ഡ് ആണല്ലോ. പക്ഷെ അതിനകത്തൊരു അപകടമല്ല. അതിനകത്ത് നമ്മൾ വേറെ മറുവശം കാണേണ്ടത്, ഈ കഴിഞ്ഞ ഒരു കുറച്ചു കാലം കൊണ്ട് അമേരിക്കയോടൊപ്പം പിടിച്ചു നിൽക്കാവുന്ന രീതിയിലേക്ക് ചൈനീസ് ടെക്നോളജിയും വളർന്നിട്ടുണ്ട്. നമുക്ക് പണ്ട് ചൈനീസ് സാധനങ്ങൾ ചൈന ഒരു കളിയാക്കി നമ്മൾ പറഞ്ഞിരുന്നു, ചീപ്പാണ്. പക്ഷെ ചൈനയും അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ചൈനക്കാര് അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്ന ചൈനീസ് പഠിക്കാൻ ചെന്ന് അവിടെ സയന്റിസ്റ്റായി മാറിയവരെല്ലാം അവരുടെ ഒരു ബേസിക് കൂറ ചൈനയോട്. അവർ ഈ ടെക്നോളജി എല്ലാം അവിടുന്ന് അങ്ങോട്ട് കടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വീണ്ടും അവർ ഗവേഷണം നടത്തുകയും അവരൊരു വളരെയേറെ കമ്മിറ്റ്മെന്റോടുകൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്ത് ഇപ്പൊ ഒരു ടെക്നോളജിക്കൽ ഇപ്പൊ അമേരിക്കയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ടെക്നോളജി മേഖലയിൽ അമേരിക്കയെ വെല്ലുവിളിക്കാവുന്ന രീതിയിലേക്ക് ചൈന വരുന്നു എന്നുള്ളതാണ്. അതാണ് അമേരിക്ക നേരിടുന്ന എന്റെ ഒരു തോന്നൽ, അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോ ഇലക്ട്രിക് കാറിന്റെ കാര്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. എലൻ മസ്ക് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ചൈനയിൽ നിന്നാണല്ലോ. ആ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കൻ ട്രംപിന്റെ വരവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയൊന്നും വരാറില്ല. പ്രത്യേകിച്ച് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം കേരള ബേസ്ഡ് ആയിട്ടുള്ള 10-12 കമ്പനികൾ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയിലും ഫിനാൻഷ്യൽ സർവീസിലാണ് നമ്മുടെ കമ്പനികൾ. പിന്നെ ആകെയുള്ള ഒരു അമേരിക്കനിൽ വരുന്ന നയങ്ങളുടെ മാറ്റം സ്വാധീനിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് കിറ്റെക്സ് ആണ്. കിറ്റെക്സിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അത് കാര്യമായ തോതിൽ അതിന് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ അമേരിക്ക, ചൈന, നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്ന ബംഗ്ലാദേശും ചൈനയും ഒക്കെയാണ്. അപ്പൊ അതേ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രശ്നങ്ങൾ മൊത്തത്തില് IT കമ്പനികൾ. പിന്നെ ഒന്നുള്ള IT കമ്പനിയാണ് നമ്മൾ വിട്ടുപോയത്. IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ IT പ്രൊഫഷണൽസിനെ കൂടാതെ അമേരിക്കയ്ക്ക് കോമ്പീറ്റ് ചെയ്യാനൊക്കെ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യമാണത്. വലിയ ഒരു നെഗറ്റിവിറ്റി ഒന്നും അവിടുന്ന് വരാനുള്ള താൽക്കാലികമായിട്ടുള്ളതുള്ളൂ. മൊത്തത്തില് അമേരിക്കയിൽ വന്ന ഈ തെരഞ്ഞെടുപ്പും ട്രംപിന്റെ വരവെന്നും ഈ വരുന്ന ഒരു കൊടുങ്കാറ്റാണെന്നൊരു തോന്നൽ മാത്രം ജനിപ്പിക്കുന്നേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും ഓഹരി വിപണിയെ സംബന്ധിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചും ഒക്കെ പൊതുവില് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രതീക്ഷയുടേതാണെന്നാണ് എന്റെ ഒരു തോന്നൽ. വളരെ നന്ദി പ്രൊഫസർ ജോസ് പാറയ്ക്കൽ. നന്ദി, നമസ്കാരം.